ദൈവമരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു ദിവസം കൂടി നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ രക്ഷ നഷ്ടമാകുക എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. രക്ഷ ഒരു കാരണവശാലും നഷ്ടമാകുകയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി 1-2 ദിവസത്തെ ക്ലാസ്സുകൂടെ കഴിഞ്ഞ് ഞാൻ ഈ സബ്ജക്റ്റ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. പറയാനാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരെയാത്ത വിഷയങ്ങളാണ്. എങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ലളിതമായി മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ സംശയത്തിൻ്റെ നീർച്ചുഴിയിൽ വീണ് ആരും നിരാശരാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ നിങ്ങളെ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ വിഷയത്തിൽ ഫൈനലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ നമുക്ക് നഷ്ടപ്പെടാൻ കഴിയാത്ത 5 കാര്യങ്ങളും ഒപ്പം തന്നെ നഷ്ടപ്പെടുന്ന 5 കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങളോട് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ കഴിയാത്ത 5 കാര്യങ്ങൾ, ഒപ്പം തന്നെ നഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ, അത് ഞാൻ ഒന്നിനോടൊന്ന് ചേർത്ത് നിങ്ങളോട് പറയാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് രക്ഷ നഷ്ടമാകില്ല, ഒരു കാരണവശാലും നഷ്ടമാകില്ല. ഇത് നമ്മൾ അനേക വചനങ്ങളിലൂടെ നമ്മൾ കണ്ട കാര്യമാണ്, പഠിച്ച കാര്യമാണ്. എങ്കിലും ഞാൻ ഈ വിഷയത്തിൽ ഒന്നുകൂടെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളൊന്നുകൂടെ ഓർപ്പിക്കാം. കാരണം നമ്മൾ യോഹന്നാൻ 5:24 വായിക്കുന്നത്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ അവസാന ഭാഗം വായിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഈ വാക്യം നമുക്ക് എത്ര പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് നിത്യജീവനിലാകുന്നു എന്നാണ്. നിത്യജീവൻ ലഭിക്കുമെന്നല്ല, ലഭിച്ചേക്കാമെന്നുമല്ല. അപ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞ കാര്യമാണ്, അത് ഒരു കാരണവശാലും ഇനി നഷ്ടമാകുന്നില്ല. അതേ കാര്യം തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇതാര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നത്, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കഴിയുന്നത്, കർത്താവിൻ്റെ വചനം വായിക്കുവാൻ കഴിയുന്നത്, കൂട്ടായ്മയ്ക്ക് വരുവാൻ കഴിയുന്നത്, ഇതെല്ലാം പിതാവായ ദൈവത്താൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കാരണവശാലും കർത്താവ് പറയാണ്, ഞാനവരെ തള്ളിക്കളയില്ല, ഞാനവരെ തള്ളിക്കളയില്ല. അതിൻ്റെ അതിൻ്റെ 39-40 വാക്യോടെ ഞാനൊന്ന് വായിക്കാം. 39-40. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് കർത്താവിൻ്റെ നിർണയമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം, പിതാവ് പുത്രന് കൊടുത്തിട്ടുള്ളവർക്കെല്ലാവർക്കും പുത്രൻ നിത്യജീവനെ കൊടുക്കണം, അവർക്കെല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം. അപ്പോൾ പുത്രൻ പറയുന്നു, ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഞാൻ അവരെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മൾ ചിന്തിക്കണം, ഇത് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ നഷ്ടമാവുമെന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായ ചിന്തയാണ് അല്ലേ? ഇനി ഇതിനേക്കാളൊക്കെ വളരെ ശക്തമായൊരു വാക്യമല്ലേ നമ്മൾ യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ എന്താണ് കർത്താവ് പറയുന്നത്? നമുക്കതെല്ലാം വൈകാട്ടാണ് എങ്കിലും ഞാൻ ആ വചനത്തിലേക്ക് തന്നെ നോക്കി വായിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നും ആരും പിടിച്ചു പറിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിത് എന്താ മനസ്സിലാക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ?
ഇതെല്ലാം കൂടാണ്ട് തന്നെ നമുക്ക് അറിയാം, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നതായി പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, അത് ദേഹീയ രക്ഷയെക്കുറിച്ചുള്ള അറിവുകേടാന്ന്. എനിവേ, എന്നാലും ഇവിടെ ദൈവവചനം പറയുന്നതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും പൂർണ്ണമായും രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനായ പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നു പോലും ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ട് വന്നിട്ട് അവർക്ക് ആ ആവശ്യം സാധിക്കാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അന്ധൻ വന്നെങ്കിൽ അവർക്ക് കാഴ്ച കൊടുത്തു. ഒരു കുഷ്ഠരോഗി വന്ന്, ഞാൻ ചിന്തിക്കുക ആ കുഷ്ഠരോഗിയുടെയൊക്കെ അവസ്ഥ. ഒരുവനൊരു കുഷ്ഠരോഗിയാണെങ്കിൽ അവൻ എത്ര ദുഃഖിതനായിരിക്കും അല്ലേ? നമ്മൾ ചിന്തിക്കണം. കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കുക. ഒരു കുഷ്ഠരോഗിക്ക് കുഷ്ഠം പിടിച്ചെന്നറിഞ്ഞാൽ അവൻ്റെ വേദന എത്ര ഭയങ്കരമായിരിക്കും. പുരോഹിതനെ കൊണ്ട് കാണിക്കുന്നു. പുരോഹിതൻ അവനെ കുറച്ച് 14 ദിവസത്തേക്ക് അടച്ചിടുവാൻ പറയുന്നു. അടച്ചിട്ട് കഴിയുമ്പോൾ അവനെ കുഷ്ഠൻ പടർന്നിരിക്കുന്നത് കാണുമ്പോൾ അവനെ കുഷ്ഠരോഗികൾ പാർക്കുന്ന പാളയത്തിലേക്ക് അവനെ പറഞ്ഞയക്കുന്നു. അയ്യോ, ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് പോയി കണ്ടോട്ടെ, എൻ്റെ മക്കളെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞാലായിട്ട് അവരെ വിടുവോ? വിടത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. നമ്മൾ ചിന്തിക്കുക, എത്രയോ നാളുകളായിട്ട് ആ വ്യക്തിയെ ആരും തൊട്ട് കാണുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പോലും ഈ ലോകം ഏറ്റവും വെറുക്കുന്ന അറയ്ക്കുന്ന കുഷ്ഠം പിടിച്ച വ്യക്തിയെ പോലും തൊട്ട് സൗഖ്യമാക്കി. ആ കർത്താവോട് പറയുന്നേ, ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പാവകുഷ്ഠത്തിൽ നിന്നും രക്ഷിച്ച് നമ്മളെ വീണ്ടും ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടായാൽ കർത്താവ് പറയാണ്, ഞാൻ പൂർണ്ണമായും നിങ്ങളെ രക്ഷിക്കും. മാത്രമല്ല, നമ്മുടെ വീണ്ടെടുത്ത നാളിൽ അല്ലെങ്കിൽ രക്ഷിച്ച നാളിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശദീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ എബ്രായ ലേഖനം 10:14, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടനെ തന്നെ അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയല്ല, സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് പാപക്ഷമ ലഭിച്ചു എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? ഞാൻ അവിടുത്തെ പുത്രനായി തീർന്നു, ഞാൻ അവിടുത്തെ മകനായി തീർന്നു. ഇതൊരു ജനനമല്ലേ സംഭവിച്ചത് പ്രിയമുള്ളവരെ? ഈ ജനനത്താൽ നമ്മൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നാം വീണ്ടും ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നപ്പോൾ മക്കളല്ലാതായി തീരുമെന്നാണോ? അങ്ങനെയാകുമോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. അത് നമ്മുടെ അജ്ഞത കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും. ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുന്നതായിരിക്കും. അതുപോലെയല്ലേ ഒരു ദൈവഭജൻ എന്ന് പറയുമ്പോൾ അവൻ എത്രമാത്രം ഉന്നത നിലവാരത്തിൽ ജീവിക്കേണ്ടവനാണ്. അവൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച, യഥാർത്ഥത്തിൽ ദൈവഭജനായി തീർന്ന ഒരു വ്യക്തി അവൻ പാപത്തിൽ ജീവിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പുത്രത്വം എന്നുള്ളത് അല്ലെങ്കിൽ ഈ രക്ഷ എന്നുള്ളത് ഒരു നാളും നഷ്ടമാകത്തില്ല. എന്നാൽ ഇവിടെ നഷ്ടമാകുന്നൊരു കാര്യമുണ്ട്, അത് പറയാം. അതാ ഞാൻ പറഞ്ഞേ, ഒരിക്കലും നഷ്ടമാകാത്തതും എന്നാൽ നഷ്ടപ്പെടാവുന്നതുമായ കാര്യം. ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ അറിയാമോ? രക്ഷയല്ല, രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. ചിലർ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്ത് ആ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിലുള്ള ആ രക്ഷയുടെ സന്തോഷം അവരിൽ കാണാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്.
നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ 51 സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. ഞാനത് ആ ഭാഗം എടുത്ത് പറയുന്നുള്ളൂ. അതിൻ്റെ ഹെഡിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്നപ്പോൾ നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചതെന്ന. അപ്പോൾ ബത്ശേബയുമായിട്ടുള്ള പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ പാപം ദാവീദ് അനേക നാളുകൾ മറച്ചു വെച്ചു. അങ്ങനെ മറച്ചു വെച്ച ദാവീദിൻ്റെ അടുക്കൽ നാഥാൻ പ്രവാചകനെ വിട്ട് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദാവീദ് തൻ്റെ കുറ്റങ്ങൾ സമ്മതിച്ചു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ദാവീദ് ഇത് മറച്ചു വെച്ച് ജീവിച്ച കാലത്തോളം ദാവീദിന് ഒരു കാര്യം നഷ്ടമായിരുന്നു. അത് ദാവീദോട് ഏറ്റു പറയുന്നുണ്ട്. എവിടെയാ? അതേ 51 സങ്കീർത്തനം 12 വാക്യം. അവിടെ വായിക്കുന്നത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. കണ്ടോ? എന്താ പറയുന്നത്? നിന്റെ രക്ഷയുടെ ആ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അവൻ തൻ്റെ തെറ്റുകൾ, തൻ്റെ കുറവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്ക് ഇന്ന് യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് പറഞ്ഞ് വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് നമ്മൾ ഈ ഓടി നടന്നത് എല്ലാവരോടും സുവിശേഷം പറയുന്നത്. എന്നാൽ ഇന്ന് അനേകരുടെ ജീവിതത്തിലും അങ്ങനെ ഈ കർത്താവിനെ പങ്കുവെക്കുവാനോ സുവിശേഷം അറിയിക്കാനോ തക്കവണ്ണം ഉള്ള ആ ഒരു സന്തോഷമില്ല. നമുക്ക് ലഭിച്ചത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സന്തോഷം പൂർണ്ണമാകുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ്. എന്നാൽ ഇന്ന് അനേക വിശുദ്ധന്മാർക്കും ഇത് പങ്കുവെക്കുവാൻ കഴിയുന്നില്ല. കാരണം അവരെവിടെയോ ചതിയിൽപ്പെട്ടിരിക്കുക. നമുക്കറിയാമല്ലോ, നമ്മൾ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യയിലും 2 കൊരിന്ത്യയിലും വായിക്കുന്ന ഒരു വിദ്വാനുണ്ട്. തൻ്റെ പിതാവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ രണ്ടാനമ്മ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ആയിട്ടുള്ള അവിഹിത ബന്ധം. ആ ബന്ധത്തിൽ ജീവിച്ചപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? 2 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 2 കൊരിന്ത്യർ 2 5 മുതൽ 7 വരെയുള്ള വാക്യം ഞാനത് വായിക്കാം. അവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയും ഒരു വിധത്തിൽ, ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് പൗലോസ് കൊരിന്ത് സഭയോട് പറയുന്ന കാര്യം, ഇനിയും അവൻ അങ്ങനെയുള്ള ആ രക്ഷയുടെ സന്തോഷമില്ലാത്ത അനുഭവത്തിൽ ദുഃഖിതനായി കഴിയണ്ട. നിങ്ങൾ അവരെ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് നിങ്ങൾ അവന് സ്നേഹം കൊടുത്ത് അവനെ ഉദ്ധരിക്കണം എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ പറയുന്ന സാരം, പാപത്തിൽ ജീവിക്കുന്ന, പാപം മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയ സന്തോഷത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിലായിത്തീരുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ദൈവം കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ് ഈ സന്തോഷം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 11 വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ സന്തോഷമാണ് നിങ്ങളിലിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ദിവ്യ സന്തോഷം. നമ്മൾ ദൈവത്തിൻ്റെ ദിവ്യ സന്തോഷം അനുഭവിക്കുന്ന പാത്രങ്ങളാണ്. ദൈവം തരുന്നതാണ്. ദൈവം തരുന്ന ഈ സന്തോഷം അതിൻ്റെ 16:22 അവസാനം വായിക്കുമ്പോൾ 16:22 സ്തോത്രം 22, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. അതിൻ്റെ അവസാന ഭാഗം കേട്ടോ. യോഹന്നാൻ 16:22 അവസാനം ബി പാർട്ട്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയില്ല. ഉണ്ടോ? അതില്ലേ സത്യം. നമുക്ക് നഷ്ടപ്പെടുത്താം, എന്നാൽ ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. അത് നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മളിത് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആ സന്തോഷം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്തോഷത്തെ എടുത്തു കളയാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കണം. വളരെ കഷ്ടതയിൽ, പ്രതികൂലത്തിൽ, തടവിൽ കഴിയുന്ന
ഇന്നത്തെ പോലെയൊന്നുമല്ല. ഇന്നത്തെ തടവുള്ളികൾക്കൊക്കെ സുഖാന്ന്. പക്ഷെ അന്ന് റോമൻ തടവിലറി കഴിയുന്ന പൗലോസ്ലീഹ വെറും വെട്ടിയ കുഴിയില, വളരെ ആഴത്തിലുള്ള കുഴി, വെളിച്ചമില്ല, ഇരുട്ടാ. വല്ലപ്പോഴും ഉണക്ക റൊട്ടി 1-2 കിട്ടും. എല്ലാം അതിനകത്ത് വളരെ കഷ്ടതയിൽ കഴിയുക. അപ്പോൾ പോലും പൗലോസ്ലീഹ പറയുന്ന ആ ശബ്ദം നമുക്കറിയാലോ. ഫിലിപ്പർ 4:4 ഇവിടെ വായിക്കുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇവിടെ നമ്മൾ കർത്താവിലാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന കാര്യം 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കണ്ടോ, നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, ശോധനകളുണ്ട്, എങ്കിലും നിങ്ങൾ ആനന്ദിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവിടെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു. ഈ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലത്തിലും നിങ്ങൾ ആനന്ദിക്കുന്നു. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. അതാ ഒരു വിശുദ്ധൻ്റെ യഥാർത്ഥമായ അവസ്ഥ. നമുക്ക് ആനന്ദിക്കാൻ കഴിയുമോ? നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ട എത്രയോ വ്യക്തികൾക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷമില്ല. വളരെ മ്ലാനമുഖരായിട്ട് ജീവിക്കുന്നത് കാണാൻ. ചില കുടുംബങ്ങളിൽ ചെന്നാൽ അവിടെ ഒരു സന്തോഷമില്ല. രക്ഷിക്കപ്പെട്ട കുടുംബം അവർക്ക് എത്ര സന്തോഷത്തിൽ കഴിയേണ്ടവരാ, എത്ര സ്വർഗീയ സന്തോഷം അനുഭവിക്കേണ്ടവരാ. പിന്നെ ചില സഭയിൽ ചെന്ന് കഴിഞ്ഞാലും സഭയിൽ തന്നെ ഒരുത്തിനും മറ്റൊരുത്തിനുമായിട്ട് അത്ര വലിയ കീരിമാമ പോലെ ഒരു സഹകരണമില്ലാത്ത അങ്ങനെയുള്ള സഭകളുണ്ട്. നമ്മൾ ചിന്തിക്കണം, അതൊക്കെ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അതൊക്കെ ദൈവഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്ന. അവിടെയൊക്കെ കർത്താവ് ഉണ്ടോ? സന്തോഷിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. നമുക്കറിയാം, ഇന്ന് അനേകർക്കും ഈ കൂട്ടായ്മയ്ക്ക് പോലും പോകാൻ സന്തോഷമില്ലല്ലോ. കാരണം എന്നാ അറിയോ? കാരണം അവർ തെറ്റുകളിലൂടെ പാപത്തിലൂടെ ജീവിക്കുന്നുണ്ടാണ്. നമ്മൾ 122-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചെന്നാണ്. നമുക്കറിയോ, ഇന്ന് പലരും നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ അവർ ദുഃഖിക്കുക. കാരണം ദൈവവചനം കേൾക്കുന്നതിൽ അവർക്ക് സന്തോഷമില്ല, കൂട്ടായ്മയെ ആചരിക്കുന്നതിൽ സന്തോഷമില്ല, വചനം വായിക്കുന്നതിൽ സന്തോഷമില്ല, പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷമില്ല. കാരണം എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? പാവം അവിടെ രക്ഷയുടെ സന്തോഷത്തെ എടുത്തു കളഞ്ഞു. അവർ രക്ഷയുടെ സന്തോഷത്തിൽ നിന്നും അകന്നുപോയി. ദൈവമക്കളെ, നമ്മൾ പരിശോധിക്കണം. ഞാൻ ഇന്ന് യഥാർത്ഥമായും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഈ രക്ഷയുടെ സന്തോഷത്തിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടോ? എനിക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ സന്തോഷമുണ്ടോ? എനിക്ക് വചനം വായിക്കുന്നതിൽ സന്തോഷമുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷമുണ്ടോ? നമ്മൾ പരിശോധിക്കണം. എന്നാൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ പലരും പല പാപങ്ങളും ദൈവത്തോട് പോലും ഏറ്റുപറയാൻ മനസ്സില്ലാതെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും പ്രിയമുള്ളവരെ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഞാൻ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, രക്ഷയുടെ നഷ്ടമായിട്ടില്ല, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാക്കി. മനസ്സിലായോ? രക്ഷയല്ല നഷ്ടമായത്. ആ വ്യക്തി അവൻ മരിച്ചാലും അവൻ നിശ്ചയമായും സ്വർഗത്തിൽ പോകും. പക്ഷേ അവൻ്റെ ആ സന്തോഷം അവന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ രക്ഷയുടെ സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിലായപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞു. നാം നിത്യജീവനിലാണ്. എന്നാൽ ആ രക്ഷയുടെ യഥാർത്ഥമായ സന്തോഷം പലരെയും ഭരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അനേക വിശുദ്ധന്മാരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് യഥാർത്ഥമായും രക്ഷയുടെ സന്തോഷത്തിലാണോ? ഈ രക്ഷകനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നുണ്ടോ?
അതോ കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും ചിന്തിച്ച് നിങ്ങൾ മാറിയിരിക്കുകയാണോ? അതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും ഈ പാവമെന്ന കീടനാശിനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കീടം നിങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന്, ഇവിടുത്തെ വിഷയം നമ്മുടെ രക്ഷയല്ല നഷ്ടപ്പെട്ടത്, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാം. ഇന്നെനിക്ക് ഞാൻ യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ട വ്യക്തിയാവുമ്പോൾ ആ രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദാനങ്ങളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ ഒരിക്കലും നഷ്ടമാകുന്നില്ല, എന്നാൽ കൃപ നഷ്ടമാക്കാം. ഇന്ന് അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിലും അവർ കൃപ നഷ്ടമാക്കി എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് രക്ഷാദാനമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, രക്ഷ നമ്മുടെ ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ ഈ രക്ഷ ഒരിക്കലും, അതേ കാര്യം തന്നെ എഫേസ്യർ 2:8 വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് രക്ഷാദാനമായി ലഭിച്ചതാണ്. അതൊരിക്കലും നഷ്ടമാകുന്നില്ല. എന്നാൽ നമുക്ക് കൃപ നഷ്ടമാകാം. എങ്ങനെയാണ് കൃപ നഷ്ടമാകുന്നത്? അതിനെക്കുറിച്ച് ഞാൻ ചില 1-2 വാക്യങ്ങൾ വായിക്കാം. അവിടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കൊരിന്ത്യരോട് പറയുമ്പോൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ എന്ത് ചെയ്യരുത്? വ്യർത്ഥമായി പോകരുത്. വ്യർത്ഥമായി പോകുക പറഞ്ഞാൽ നഷ്ടമാക്കല്ല്, നഷ്ടമാകാമെന്നാണ് അതിനർത്ഥം. എങ്ങനെയാണ് നഷ്ടമാകുന്നത്? അത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 4-ാം വാക്യം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. കണ്ടോ? മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട നമ്മൾ വീണ്ടും ന്യായപ്രമാണപ്രകാരം നമ്മുടെ പ്രവർത്തികളാൽ നീതീകരിക്കുവാനായിട്ട്, വീണ്ടും നീതീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചില ദുരുപദേശകരുടെ ദുരുപദേശത്തിൽപ്പെട്ട് വഞ്ചിക്കപ്പെടുന്നു. യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടിട്ട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പരിച്ഛേദന ഏൽക്കണം. അപ്പം പരിച്ഛേദന സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് അതിലൂടെ ഭയപ്പെടുത്തി അറിവില്ലാത്ത പലരും പോയി പരിച്ഛേദന ഏറ്റിട്ട് അവർ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് എന്തുവാ? അവർ കൃപ വ്യർത്ഥമാക്കുക. അവർ കൃപയിൽ നിന്നും വീണുപോയെന്ന. നോക്കണേ, കൃപയിൽ നിന്നും വീണുപോകാമെന്ന ഒരവസ്ഥ. അതേ കാര്യം തന്നെ നമ്മൾക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും വായിക്കുന്നുണ്ട്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർക്ക് അതിനാൽ മലിനപ്പെടുകയും, അനേകർ അതിനാൽ മലിനപ്പെടും. എങ്ങനെയാ? കൃപയിൽ നിന്നും അവരകലുന്നു. എങ്ങനെയാ? അവർ കയ്പ്, വിദ്വേഷം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ മുടയ്ക്കാനിടയാക്കുക. നോക്കണം, ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കൃപയിൽ നിന്നും വീണു പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ചുള്ള വിദ്വേഷമോ പകയോ പിണക്കമോ ഒന്നും വരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെയെല്ലാം ദൈവത്തിന് വിരോധമായി വരുന്നവയെ പിടിച്ചടക്കുവാനായിട്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ആത്മശക്തി പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കേണ്ടവരാണ് നാം. എന്നാൽ അങ്ങനെയല്ലാതെ വരുമ്പോൾ അവർ കൃപയിൽ നിന്നും വീണു പോകാനിടയാവും. അവിടെ കൃപയിൽ നിന്നും വീണു പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അനേകരും എന്ത് ചെയ്യുന്നുണ്ട്? കൃപയിൽ നിന്നും വീഴുന്നുണ്ട്. പൗലോസ് തൻ്റെ അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് അവിടെ വായിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. കണ്ടോ? പൗലോസ് പറയുന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരും കൃപ നഷ്ടമാക്കിയത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാത്തത്. അതല്ലേ സത്യം? നമ്മൾ കർത്താവിന് വേണ്ടി വിളിക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ?
ഇന്നത്തെ തലമുറയിൽ അനേക വിശുദ്ധന്മാർ, അനേക വിശ്വാസികൾ അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. അവർ കർത്താവിൻ്റെ പേര് ചെയ്യുന്നില്ല, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നില്ല. ഇവിടെ ഓരോ സ്ത്രീക വെറുതെ വാക്കുന്നില്ലെന്ന് മാത്രമല്ല, തൻ്റെ അനുഭവത്തിൽ താൻ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് നമുക്ക് വളരെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. നോക്കണേ, നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കൃപയാൽ. എങ്ങനെയുണ്ട് സഹോദര? എനിക്ക് സുഖം കുറവൊന്നുമില്ല, അങ്ങനെ പറയരുത്. കൃപയാൽ ഞാൻ സന്തോഷമായിരിക്കുന്ന പറയണ്ടേ. കൃപയില്ലെങ്കിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. എന്നിട്ട് അടുത്ത ഭാഗം നോക്കി ആ 10-ാം വാക്യം, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. ഇന്ന് അനേകം വ്യർത്ഥമാക്കുന്നു. കാരണം ഇവിടെ വ്യർത്ഥമാക്കിയില്ല. എങ്ങനെ വ്യർത്ഥമായില്ല? താൻ തുടർന്ന് പറയുന്നു, അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. പ്രിയമുള്ളവരെ, അതാ കാര്യം. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ കൃപ യഥാർത്ഥമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കൃപ വ്യർത്ഥമാക്കുന്നുണ്ടോ? മറ്റുള്ളവരേക്കാൾ അധികമായി നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ കൃപ വ്യർത്ഥമാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തില്ല? അവൻ ഈ കാര്യത്തിലൊന്നും യാതൊരു പങ്കുമില്ല. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കത്തില്ല. മറ്റുള്ള ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ല. അയ്യോ, ഇതൊക്കെ കൃപ നഷ്ടമാക്കിയതിൻ്റെ ഫലമാ പ്രിയമുള്ളവരെ. കൂട്ടായ്മ പോലും നിസ്സാരമായിട്ട് തോന്നും. ഇതെല്ലാം കൃപ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലമാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന രക്ഷ എന്ന ദാനം നഷ്ടമാകുന്നില്ല, എന്നാൽ കൃപ അനേകരും നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ പലരും കൃപ നഷ്ടമാക്കുന്നു. പ്രിയമുള്ളവരെ, കൃപയുള്ളവനെ കാണുമ്പോൾ അറിയാം. നമുക്കറിയാം, ജാതികളായിരിക്കുന്ന അനേകർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അങ്ങോട്ട് യെരൂശലേം സഭ ബർന്നബാസിനെ അയച്ചപ്പോൾ തൻ്റെ അനുഭവം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്. പിന്നെ ഞാനത് ഒരുപാട് നമുക്ക് ചിതറിപ്പോയവർ അവർ എന്ത് ചെയ്തു? അവർ ഓരോ സ്ഥലത്തും പോയി പിന്നെ ദൈവത്തിന് വചനം അറിയിച്ചു. അന്ത്യോക്യായിലും അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ കാണാൻ ചെന്നപ്പോൾ ബർന്നബാസ് കാണുന്നത് എന്താ അറിയോ? അതിൻ്റെ 23-ാം വാക്യം, ബർന്നബാസ് അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ഈ ബർന്നബാസ് ചെന്നപ്പോൾ അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. നോക്കണം എന്ന് പറഞ്ഞാൽ, ഈ കൃപയിൽ നിങ്ങൾ നിൽക്കുക, ഈ കൃപയിൽ നിങ്ങൾ വളരുക, നിങ്ങൾ കൃപയിൽ ചേർന്നിരിക്കുക. താനൊരു പ്രബോധനപുത്രനാണ് ബർന്നബാസ്. താൻ അവരെ പ്രബോധിപ്പിച്ചു. അവരുടെ ദൈവകൃപ കണ്ടു. അവരുടെ ആ കർത്താവിൻ്റെ കൃപ അവരിൽ എങ്ങനെ വ്യാപരിക്കുന്നു, അവരിൽ എത്ര ശക്തമായിട്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു, ഇതവർ ബർന്നബാസിന് കാണാൻ കഴിഞ്ഞു. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. ഇന്നിപ്പോൾ അനേക ദേശങ്ങളിലൊക്കെ വലിയ കൃപയുടെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. അനേകയിടങ്ങളിൽ ജനങ്ങൾ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി കർത്താവിനെ ഉയർത്തി കാണിക്കുന്നു. അനേകർ കർത്താവിലേക്ക് വരാനിടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ ബർന്നബാസിന് ദൈവകൃപ കാണുവാൻ കഴിഞ്ഞു. ഇന്ന് അനേക വിശുദ്ധന്മാരിലും ഈ കൃപ കാണുന്നില്ല. അവർ കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെടുന്നില്ല. പ്രയോജനപ്പെടുന്നവരിൽ ഈ കൃപ കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 43 ഒരു പ്രബോധന വാക്യമാണ് 43-ാം വാക്യം. അത് അതിൻ്റെ 43-ന്റെ ബി പാട്ടാണ്. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. കണ്ടോ, ദൈവകൃപയിൽ നിലനിൽക്കുവാൻ അവരെ ഉത്സാഹിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച കൃപ നാം ഒരിക്കലും നഷ്ടമാക്കരുത്. അപ്പോൾ ദാനം നഷ്ടമാകത്തില്ല, എന്നാൽ കൃപ നഷ്ടമാക്കാം. നമ്മളിൽ നിന്നും കൃപ നഷ്ടമാകുന്ന അനുഭവത്തിലേക്ക് അനേകർ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ കൃപ നഷ്ടമാകാതെ നമ്മൾ സൂക്ഷിക്കണം.
നമ്മൾ ന്യായപ്രമാണത്തിലേക്കല്ല പോകണ്ടേ, നമ്മുടെ നീതിപ്രവൃത്തികളിലൂടെ അല്ല നീതീകരിക്കപ്പെടുന്നേ, കർത്താവിലുള്ള വിശ്വാസത്താലാണ്. അപ്പം നമുക്ക് ലഭിച്ച കൃപ നമ്മൾ നഷ്ടമാക്കാതെ നമ്മളെ വിളിച്ച നമ്മുടെ യജമാനൻ, നമ്മുടെ കർത്താവ്, ആ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ അതേ സമയത്ത് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാം. 2, കൃപ നഷ്ടമാകാം, എന്നാൽ ദാനം നഷ്ടമാകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. എന്താണ് നഷ്ടപ്പെടുന്നത്, എന്താണ് നഷ്ടപ്പെടാത്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരികെ പിടിച്ച് ആ നഷ്ടത്തെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ ദിവസവും നമുക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടമായെങ്കിൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ തുറന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിച്ച് ആ സന്തോഷത്തിൽ നിൽക്കണം. നമുക്ക് കൃപ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റായ ഉപദേശങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ കൃപ വ്യർത്ഥമായി പോകാതെ കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ, കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ, കർത്താവിൻ്റെ സ്വന്തം വരുത്തുന്നവരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഇനിയും ചില കാര്യങ്ങൾ ഞാൻ നാളത്തെ നിങ്ങളോട് പറയാം. ഞാൻ സമയം ഏതാണ്ട് തീർന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങളിതൊക്കെ വളരെ ഗൗരവമായിട്ട് കാണണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ, വളരെ മനസ്സിലേക്ക് ധ്യാനിക്കണം. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും, ദൈവം നമ്മളോട് തരുന്ന വചനം, ദൈവം നമുക്ക് തരുന്ന വചനം, അത് നമ്മൾ ശരിക്കും ശോധന ചെയ്യണം, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ നിലനിന്ന് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് എല്ലാ വിശുദ്ധന്മാരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കാനിടയാകട്ടെ. കർത്താവിന് മാത്രം എല്ലാ ഇപ്പോഴും മാത്രം ഉണ്ടാകട്ടെ.